സുധിയുടെ പണവും കൊണ്ടുപോയ പെണ്ണിന്റെ കേസ് അന്വേഷിക്കാനായി പോലീസുകാര് വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ പെണ്ണിനെ നിങ്ങൾക്ക് എത്ര വർഷമായിട്ട് അറിയാം? കാനഡയിലേക്ക് പോകുന്നു പറഞ്ഞല്ലോ. നിങ്ങൾക്ക് അവിടെ ആരെങ്കിലും അറിയാമോ? അങ്ങനെ പോലീസ് ചോദിക്കുന്നുണ്ട്. 1 വർഷമായിട്ട് പരിചയമുണ്ട്. കാനഡയില് അവൾക്ക് ആരുമില്ലെന്നാ എന്നോട് പറഞ്ഞിരിക്കുന്നേ. അങ്ങനെ ശ്രുതി മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതിക്ക് കോഫിയുമായി രേവതി അവിടേക്ക് വരുന്നുണ്ട്. രേവതിയെ കണ്ട് പോലീസുകാര് നിങ്ങൾ എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോ ഇതെന്റെ മരുമകളാണെന്ന് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓ അങ്ങനെയാണോ? ഈ വീട്ടിൽ തന്നെ നീ മരുമകളായി വന്നല്ലോ. നിന്റെ അനിയൻ ചെയ്ത തെറ്റിന് ആ പയ്യനെല്ലാം മറന്ന് നിന്നെ വിവാഹം കഴിച്ചല്ലേ? ഈ വീട്ടിലെ പയ്യന്റെ ബൈക്ക് ഇവളുടെ അനിയനല്ലേ മോഷ്ടിച്ചത്? ഈ പെണ്ണ് ഒരു പാവം പെണ്ണാണ്. അങ്ങനെ പോലീസുകാര് പറയുന്നത് കേട്ട് ചന്ദ്രമതിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. പോലീസ് പോയ ഉടൻ തന്നെ രേവതി ഒന്നും മിണ്ടാതെ പോകാൻ നോക്കുവാണ്. പക്ഷെ ചന്ദ്രമതി കൈകൊട്ടി ചിരിച്ചുകൊണ്ട് രേവതിയെ വിളിക്കുവാണ്. ഇങ്ങനെ ഒരു കഥയുണ്ടായിരുന്നോടി നിനക്ക്? എന്താടി അപ്പോ നിങ്ങൾ കള്ളന്മാരുടെ കുടുംബാണോ? അങ്ങനെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്. ചന്ദ്രേ നീ എന്തായി സംസാരിക്കുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് അച്ഛൻ വന്നപ്പോ പോലീസ് പറഞ്ഞത് നിങ്ങളും കേട്ടതല്ലേ? സച്ചിയുടെ ബൈക്ക് ഇവളുടെ അനിയനാണ് കട്ടോണ്ട് പോയതെന്ന്. നിങ്ങൾ അന്വേഷിച്ചു കണ്ടെത്തി കള്ളന്മാരുടെ കുടുംബത്തെയാണല്ലോ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. അല്ലടി, നിങ്ങളുടേത് പൂ വിൽക്കുന്ന കുടുംബം എന്നല്ലേ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നേ? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സൈഡ് ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞതേ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ചന്ദ്ര കളിയാക്കുന്നുണ്ട്. അമ്മേ, അവര് പറഞ്ഞത് സത്യമാണ്. പക്ഷെ അത് അങ്ങനെ രേവതി പറയാൻ തുടങ്ങുമ്പോ മോളെ നീ എന്തായി പറയുന്നേ? ശരത്താണോ ശശിയുടെ ബൈക്ക് മോഷ്ടിച്ചത്? അങ്ങനെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. അതെ അച്ഛ, പക്ഷെ അവൻ അറിയാതെ അവന്റെ ഫ്രണ്ട് ഒരുത്തൻ കൊണ്ടുപോയി ചെയ്യിച്ചതാണ് എന്നൊക്കെ രേവതി പറയാൻ ശ്രമിക്കുന്നുണ്ട്. എടി, ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് അറിയാതെ ചെയ്തതെന്നോ? ഇപ്പൊ മനസ്സിലായില്ലേ നിന്റെ ലക്ഷണം എന്താണെന്ന്? നിങ്ങൾ എപ്പോഴും പറയുമല്ലോ നല്ല കുടുംബത്തിലെ പെണ്ണാണെന്ന്. കൊള്ളക്കാരുടെ കുടുംബമാണെന്ന് നിങ്ങൾക്ക് അറിയാതെ പോയി. നിന്റെ അനിയൻ ബൈക്ക് മോഷ്ടിക്കും. അപ്പൊ നീയും നിന്റെ അനിയത്തിയും എന്താടി മോഷ്ടിക്കുന്നത്? നിന്റെ അമ്മയാണോ നിങ്ങളുടെ ഗാങ് ലീഡർ? എത്ര സ്റ്റേഷനിലാടി നിങ്ങളുടെ പേരിൽ കേസുള്ളത് എന്ന് ചോദിക്കുവാണ് ചന്ദ്രമതി. അമ്മ, ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. എന്റെ അനിയൻ വേണമെന്ന് കരുതി ചെയ്തതൊന്നുമല്ല. അവന്റെ ഒരു ഫ്രണ്ട് എന്റെ അനിയനെ ചതിച്ചതാണ് എന്നൊക്കെ രേവതി പറയുമ്പോ ആണോ? അപ്പൊ ഈ ഗ്രൂപ്പിൽ ഇനിയും കുറെ പേരുണ്ടോ എന്ന് ചോദിച്ച് ചന്ദ്ര കളിയാക്കുന്നുണ്ട്. അമ്മ, ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടു. കല്യാണം നടന്നിരുന്നെങ്കിൽ ഇപ്പൊ ഞാനും ഈ കള്ളന്മാരുടെ കുടുംബത്തിലേക്ക് പോയേനെ. ഗ്രേറ്റ് എസ്കേപ്പ്. അങ്ങനെ ശ്രുതി പറയുന്നത് കേട്ട് രേവതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അതേടാ ശ്രുതി, നിനക്കന്ന് ഓടാൻ തോന്നിയത് എന്തൊരു ഭാഗ്യായി പോയി എന്ന് പറഞ്ഞ് ചന്ദ്ര ചിരിക്കുന്നുണ്ട്. ഇടി ചന്ദ്രയെന്ന് വിളിച്ച് അച്ഛൻ തടയുകയാണ്. എന്തിനാ സൗണ്ട് എടുക്കുന്നേ? ഇപ്പോഴും നിങ്ങൾ അവളെ സപ്പോർട്ട് ചെയ്യാൻ വന്നതാണോ? ഈ കള്ളത്തരം കാണിച്ചത് നിങ്ങളോട് ഇവള് പറഞ്ഞിരുന്നോ? നിങ്ങളോട് മറച്ചു വെച്ച് ഇപ്പൊ മനസ്സിലായോ ഇവൾ ആരാണെന്ന്? അങ്ങനെ ചന്ദ്ര ചോദിക്കുന്നത് കേട്ട് അച്ഛൻ രേവതിയെ തന്നെ നോക്കുവാണ്. അച്ഛ, ഞാൻ ഈ കുടുംബത്തെ ഉപേക്ഷിച്ചു പോയതിന് എനിക്ക് ശാപം കിട്ടുമെന്ന് എല്ലാരും പറയുമായിരുന്നല്ലോ. അങ്ങനെ പോയത് ഇപ്പൊ നല്ലതായെന്ന് എല്ലാവർക്കും മനസ്സിലായോ? ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് അത് മറച്ചു വെച്ചു. എന്നിട്ടിപ്പോ നമ്മളെ പറ്റിക്കുവാണ്. ഇനി മേലില് നമ്മളെ പറ്റിക്കുന്ന പണിയൊന്നും ചെയ്യണ്ടാന്ന് ഇവളോട് പറഞ്ഞേക്കച്ച. അങ്ങനെ ശ്രുതി പറയുന്നത് കേട്ട് ശ്രുതി ചിരിക്കുകയാണ്. ശരിയാടാ പറഞ്ഞത്. ഇനിയും എന്തൊക്കെ ഐഡിയാസ് മറച്ചു വെച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഇവള് വന്ന നേരം ശരിയല്ലാന്ന് ഞാൻ ഇത്രയും നാള് കരുതിയത്. പക്ഷെ ഒരു കള്ളന്റെ കുടുംബമാണ് ഈ വീട്ടിൽ കയറിയതെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെങ്ങനെ വീട് നന്നാവും? അങ്ങനെ ചന്ദ്ര പറഞ്ഞത് കേട്ട് രേവതി പൊട്ടി കരയുന്നുണ്ട്. ചന്ദ്ര, മതി എന്ന് അച്ഛൻ പറയുമ്പോ എന്തു മതിയെന്ന്? എന്റെ മകൻ 50 ലക്ഷം എടുത്തിട്ട് ഓടിപ്പോയപ്പോ സച്ചി എന്തൊക്കെ പറഞ്ഞു? അവന്റെ അച്ഛന്റെ പണമാണ് എടുത്തോണ്ട് പോയത്. പക്ഷെ ഇവളെ നോക്ക്, അന്യരുടെ വീട്ടിലെ ബൈക്കാണ് മോഷ്ടിച്ചത് എന്ന് പറയുവാണ് ചന്ദ്രമതി. ശ്രുതിയാണെങ്കിൽ അതൊക്കെ കേട്ട് ചിരി അടക്കാനാവാതെ നിൽക്കുവാണ്. എന്താടി, അപ്പൊ ഇവൻ കോളേജിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞത് വെറും കള്ളമാണോ? ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് വന്നതിനാണോ നിനക്ക് ഇത്രയും അഹങ്കാരം? ഇനി ശ്രുതിയെ പോലെ നല്ല കുടുംബത്തിൽ നിന്ന് വന്നിരുന്നെങ്കിൽ നീ എന്തൊക്കെ കാണിക്കുമായിരുന്നു ഈ വീട്ടില്? അങ്ങനെ ചന്ദ്ര പറഞ്ഞപ്പോ രേവതി കരഞ്ഞോണ്ട് ഓടിപ്പോവുകയാണ്. അച്ഛൻ പിന്നാലെ വന്ന് രേവതി, ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ട് എന്താ എന്നോട് പറയാതിരുന്നത്? എത്ര പ്രാവശ്യം നിന്റെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ട്. ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെന്ന് എന്നോട് പറയാറുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ക്ഷമിക്കണം അച്ഛ, ആ സംഭവത്തിന് ശേഷമാണ് എന്റെ അച്ഛൻ മരിച്ചുപോയത്. അതെനിക്ക് പറയാൻ തോന്നിയില്ല. അങ്ങനെ രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടിപ്പോ എല്ലാരും നിന്നെ ഇൻസൾട്ട് ചെയ്യുമ്പോ എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ചന്ദ്രമതി ഈ കാര്യം വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നെക്കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല മോളെ
എന്നാലും നീ എന്നോട് ഇത് പറയണമായിരുന്നു. അങ്ങനെ മറുപടി കൊടുത്ത് അച്ഛൻ പോവുകയാണ്. ആടിമാസത്തിന് വന്നു പോയിട്ട് 2 ദിവസം കഴിഞ്ഞു. രേവതി ഇതുവരെ നമ്മളെ ഫോൺ പോലും ചെയ്തില്ലല്ലോ. ആ ഫോൺ എടുക്ക്. അങ്ങനെ പറഞ്ഞ അമ്മ രേവതിയെ കോൾ ചെയ്യുകയാണ്. എന്താടി, പോയിട്ട് ഫോൺ പോലും ചെയ്തില്ലല്ലോ? 2 ദിവസം ഇവിടെ താമസിച്ചിട്ട് പോയതല്ലേ? അമ്മായിയമ്മ ഒന്നും നിന്നെ പറഞ്ഞില്ലല്ലോ? അങ്ങനെ അമ്മ ചോദിക്കുമ്പോ അമ്മ ഇല്ല, ഒന്നും പറഞ്ഞില്ല. അങ്ങനെ രേവതി പറയുന്നുണ്ട്. രേവതി, എന്താ നിന്റെ ശബ്ദം വല്ലാതിരിക്കുന്നേ? കരഞ്ഞതുപോലെ ഉണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ അമ്മ ചോദിക്കുകയാണ്. ഞാൻ കുറച്ച് സന്തോഷായിട്ടിരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലാത്തതുപോലെ. എന്തിനാ അമ്മ എന്നെ ഈ വീട്ടിലേക്ക് അയച്ചത്? ദിവസവും ഞാൻ ഈ വീട്ടിൽ അപമാനപ്പെട്ട് നിൽക്കുവാണ്. അദ്ദേഹം വീട്ടിലേക്ക് വന്നപ്പോ ഞാൻ എത്ര സന്തോഷിച്ചു. ഇപ്പോ ഞാൻ ആ സന്തോഷത്തിന് പകരം കരഞ്ഞോണ്ടിരിക്കുവാണ്. ബൈക്ക് മോഷ്ടിച്ചത് ശരത്താണെന്ന് ഇവിടെ എല്ലാവർക്കും മനസ്സിലായമ്മേ. അമ്മ എന്നെ എന്തൊക്കെ പറഞ്ഞെന്നറിയാമോ? എനിക്കിവിടെ താമസിക്കാൻ പോലും അപമാനാവുന്നു. നമ്മുടെ മൊത്തം കുടുംബത്തെയും കള്ളന്മാരുടെ കുടുംബം എന്ന് വിളിച്ചു. അച്ഛൻ പോലും എന്നെ സപ്പോർട്ട് ചെയ്യാതെ ചോദ്യം ചെയ്തു. അതാണ് എനിക്ക് കൂടുതൽ വിഷമായത് എന്ന് പറഞ്ഞ് രേവതി കരയുന്നുണ്ട്. രേവതി, മോളെ നീ കരയാതെ. നിന്റെ അനിയൻ ചെയ്ത തെറ്റിന് ഇപ്പൊ നിന്റെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്നു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല എന്ന് അമ്മ പറയുമ്പോ ഇനി ഞാൻ ഈ വീട്ടിലെ എല്ലാവരുടെയും മുഖത്ത് എങ്ങനെ നോക്കുമെന്നറിയില്ല. വലിയ അപമാനായി അമ്മ. എല്ലാം എന്റെ തലയിലേത്ത്. ശരി, ഞാൻ വയ്ക്കുന്നു എന്ന് പറഞ്ഞ് രേവതി കോൾ കട്ട് ചെയ്യുന്നുണ്ട്. എന്തു പറ്റി അമ്മയെന്ന് ചോദിച്ചുകൊണ്ട് ശരത്ത് വരുന്നുണ്ട്. ചെയ്യേണ്ടതെല്ലാം ചെയ്തു വച്ചിട്ട് ഇപ്പൊ എന്തു പറ്റിയെന്ന് ചോദിക്കുന്നോടാ? എല്ലാം നിന്നെ കൊണ്ടാണ് എന്ന് പറഞ്ഞ ലക്ഷ്മി ശരത്തിനെ പൊതിരെ തല്ലുവാണ്. അനിയത്തി വന്ന് അവരെ പിടിച്ചു മാറ്റുന്നുണ്ട്. ഞാൻ എന്താ അമ്മ ചെയ്തത് എന്നവൻ ചോദിക്കുമ്പോ നീ എന്ത് ചെയ്തെന്നോ? നീ ചെയ്ത തെറ്റിന് ഇപ്പൊ രേവതിയുടെ തലയിൽ പോയി വീണു എന്ന് പറഞ്ഞ് ലക്ഷ്മി കരയുന്നുണ്ട്. സച്ചിയേട്ടൻ ഇക്കാര്യം അറിയാലോ? സച്ചിയേട്ടനല്ലേ ഇക്കാര്യം ആരോടും പറയണ്ടെന്ന് ശരത്തിനോട് പറഞ്ഞത്? അങ്ങനെ ദേവിക ചോദിക്കുന്നുണ്ട്.